ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അയലക്കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ചുവന്നുള്ളി, ഇഞ്ചി, കൊടപ്പുളി, പിന്നെ ചുവന്നുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ. ഇതിനോടൊപ്പം ഈ മീനിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടാണ് ഈ മീനിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതോടൊപ്പം 1.5 ടീസ്പൂണ് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യും. ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കാനുള്ള കാര്യം ഞാൻ മറന്നുപോയേ. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ എത്ര വേണമെന്നുള്ള ഒരു മിച്ചത്തിൽ ഇട്ടോളൂ കേട്ടോ. അത് നന്നായി കൂട്ടി തിരുമ്പും. ഇഞ്ചിരിയും ചുവന്നുള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ കൂടി നല്ല പോലെ മീനിലേക്ക് നന്നായി മിക്സ് ചെയ്യട്ടോ. ഞങ്ങൾ ഒരു മീൻ കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയറായിട്ടാണ് ഞങ്ങൾ ഈ മീനിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൂട്ടി തിരുമ്പണ ആ ഒരു കാര്യം കാണണം കേട്ടോ. ഇത് ഇങ്ങനെ തിരുമ്പി വെച്ച് ഞങ്ങൾ അധികം നേരം ഞങ്ങൾ ഇത് തിരുമ്പി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വറുക്കാനുള്ള മീൻ കഷ്ണങ്ങളും മാറ്റി വെക്കുന്നത്. ഇങ്ങനെ കൂട്ടി തിരുമ്പി വെച്ച ശേഷം ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ കഷ്ണങ്ങളും ഞങ്ങൾ മാറ്റി വെക്കും. വറുക്കാനുള്ള കഷ്ണങ്ങൾ ഒരു 3-4 എല്ലാവർക്കും നോക്കി ഞങ്ങൾ എണ്ണ നോക്കിയിട്ടാണ് കഷ്ണങ്ങളൊക്കെ എടുക്കുക. അങ്ങനെയാണ് വീട്ടിലുള്ള ആൾക്കാർ എണ്ണയൊക്കെ നോക്കി ഞങ്ങൾ കഷ്ണങ്ങളൊക്കെ പിള്ളേർക്ക് 5 പകുതി കൊടുക്കുള്ളൂ കേട്ടോ. വറുത്തത് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയണ കാരണമുണ്ട്. വെച്ച മീനാണ് അവർക്ക് കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് കഷ്ണങ്ങൾ മാറ്റി വെച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റിങ്ങിന് വെക്കും. അപ്പോൾ നമുക്ക് റെസ്റ്റിന് വെക്കുന്ന ടൈമിൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നാളികേരം എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചിരണ്ടി തുടങ്ങും. നാളികേരം ചിരണ്ടി മിക്സിയിൽ അടിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നോക്കൂട്ടാ. അങ്ങനെ നാളികേരം ചിരണ്ടി ഞങ്ങൾ മിക്സിയിൽ അടിച്ചിട്ട് 1-ാം പാല് 2-ാം പാല് അങ്ങനെയായിട്ടാണ് കേട്ടോ ഞങ്ങളിത് മീൻ കൂട്ടാൻ വെക്കുക. അപ്പോൾ 1-ാം പാലിന്ന് ഞങ്ങൾ മാറ്റി വയ്ക്കും. മിക്സിയിൽ അടിച്ചിട്ട് 1-ാം പാല് മാറ്റി വെച്ച് 2-ാം പാലാണ് ഞങ്ങൾ മീൻ വെക്കുന്നതിന് മീനിലൂടെ അതിലേക്ക് ചേർക്കുക. മീനിൽ ചേർത്ത് കഴിഞ്ഞ് മീനൊരു തളയായി വരുമ്പം മീനിലേക്ക് 2-ാം പാല് ചേർത്ത് അതിലേക്ക് കുടപ്പുളിയുടെ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും. തൃശ്ശൂരിലൊക്കെ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മീൻ കറി വയ്ക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിത്തിരി നല്ലപോലെ ഇത്തിരി വറക്കുള്ള പണിയാട്ടോ. നല്ലപോലെ എന്നിട്ട് അടുപ്പിൽ വെക്കും. അത് നല്ലപോലെ വെട്ടി തിളയ്ക്കണ നേരത്ത് ഈ മീനും ഒക്കെ നല്ലപോലെ തിളയ്ക്കണ നേരത്ത് ഞങ്ങൾ ഇതിലേക്ക് ഫസ്റ്റ് പാല്, അത് തമ്പാൽ, ഞങ്ങളിവിടെ തമ്പാൽ എന്നാണ് പറയണേ. അത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞത് നാളികേരത്തിൻ്റെ ഫസ്റ്റ് പാല്, ഞങ്ങൾ മാറ്റി വെച്ച ഫസ്റ്റ് പാല് ഇതിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഫസ്റ്റ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതും ഇതുപോലെ നല്ലപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് മറയണം, കുടുകുട് തിളച്ച് മറയണതാണ് ഞങ്ങളിവിടെ പറയുക. അതുപോലെ നന്നായി മറിയും. ഈ നേരത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി നേരത്തെ നൈസായി അരിഞ്ഞ് വെച്ചത് നിങ്ങൾ ആദ്യത്തെ ഷോട്ടിൽ കാണായിരിക്കും. ആ ചുവന്നുള്ളി ഇട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടിയും ചേർത്ത് ഞങ്ങളിതൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ ഞങ്ങളിത് ഇറക്കി ആ മീൻ കറിയിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മീൻ കറിയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തു. ഇതോടുകൂടി ഞങ്ങളുടെ മീൻ കറി റെഡിയായി. ഇതാണ് ഞങ്ങൾ തൃശ്ശൂർ ടൈപ്പിൽ വെക്കുകയാണ്.